മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിൽ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നർമ്മമധുരമായ ഭാഷയിൽ 50ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി വിനിഷ വൃന്ദാവൻ ചേരുന്നു. വിനിഷ, ഇന്ന് രാവിലെയായിരുന്നു സാഹിത്യകാരനായ അക്ബർ കക്കട്ടിലിന്റെ അന്ത്യം. 62 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ന്യൂമോണിയ ബാധയെ തുടർന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടത് തുടർന്ന് മരണമടയുകയായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോഴിക്കോട് ചികിത്സയിലായിരുന്നു അദ്ദേഹം. സാഹിത്യ ലോകത്തിന് ഒരു വലിയ ഇഷ്ടം ആണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. 50ഓളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. നിലവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. വളരെ തീരാ നഷ്ടം തന്നെയാണ് കോഴിക്കോടിന്റെ ഒപ്പം കേരളത്തിലെ തന്നെ സാഹിത്യ സാംസ്കാരിക ലോകത്തിന് അക്ബർ കക്കട്ടിലിന്റെ വിയോഗം മൂലം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഖബറടക്കത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം മാറ്റുന്നതേ ഉള്ളൂ. ഇന്ന് രാവിലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സുരരാജ്. വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബാറുടമകൾ നൽകിയ പുനഃപരിശോധനാ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം അംഗീകരിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ ഹർജി. JNU വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് സർവകക്ഷി യോഗത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും ആവശ്യപ്പെട്ടു. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഈ ആവശ്യം ഉയർന്നത്. അതേസമയം വിദ്യാർത്ഥികളും അധ്യാപകരും സർവകലാശാലയിൽ സംയുക്തമായി പഠിപ്പ് മുടക്കി സമരം ചെയ്യുന്നു. അതേസമയം അഫ്സൽ ഗുരു അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ SAR ഗീലാനിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നു. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ BJP ഗുണ്ടകളും അഭിഭാഷകരും മർദ്ദിക്കുകയായിരുന്നു. കൈരളി TV റിപ്പോർട്ടറടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തീരുമാനിച്ചത്. മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് വഴി JNU പൂർവ്വ വിദ്യാർത്ഥി ND ജയപ്രകാശാണ് ഹർജി സമർപ്പിച്ചത്. മാധ്യമങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം കോടതിയിൽ പോലും ഇല്ലാതാക്കിയെന്ന് ഇന്ദിരാ ജയ്സിംഗ് കുറ്റപ്പെടുത്തി. അതേസമയം JNUവിൽ പഠിപ്പ് മുടക്കി സമരം 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്നലെ അധ്യാപകരും സമരത്തിൽ പങ്കുചേർന്ന സാഹചര്യത്തിൽ കോളേജ് പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. കനയ്യകുമാറിന്റെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി ഇന്നു തീരും. പട്യാല കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. JNU സംഭവത്തിൽ പ്രതിഷേധിച്ച കൊച്ചിയിൽ അഭിഭാഷകർ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വർഗീയ ഫാസിസ്റ്റ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ നടന്ന പ്രതിഷേധ സന്ധ്യ മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. പരിപാടിക്ക് അഭിഭാഷകരായ B രാജേന്ദ്രൻ, PV സുരേന്ദ്രനാഥ്, അശോക് ചെറിയാൻ, ലതാ തങ്കപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. KPCC അധ്യക്ഷൻ VM സുധീരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നത് കോൺഗ്രസിൽ നിർണായക ചർച്ചയാവുന്നു. സുധീരനും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മത്സരിക്കട്ടെ, തെരഞ്ഞെടുപ്പിന് ശേഷം നേതാവിനെ കണ്ടെത്താമെന്നതാണ് ഹൈക്കമാൻഡ് നിലപാട്. ഇത് സംബന്ധിച്ച ചർച്ചകൾക്കായാണ് 3 പേരെയും ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് സംസ്ഥാനത്തെ ഗ്രൂപ്പ് നേതാക്കളുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കളും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് എ ഗ്രൂപ്പ് നേതാക്കളും ഗുലാം നബി ആസാദിനെ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ഗുലാം നബി ആസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഹൈക്കമാൻഡ് സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്യും. KPCC അധ്യക്ഷൻ VM സുധീരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമോ എന്നതാണ് മറ്റൊരു പ്രധാന ചർച്ചാ വിഷയം. സുധീരനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിച്ചാൽ AK ആന്റണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല വഹിക്കണമെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. ഇതു സംബന്ധിച്ച ചർച്ചകൾക്കായി അടിയന്തരമായി ഡൽഹിയിലെത്തണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിയമസഭാ സമ്മേളനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുകയായിരുന്നു. അടുത്ത ശനിയാഴ്ച ചർച്ച നടക്കാനാണ് സാധ്യത. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡങ്ങൾ ഇന്നും നാളെയുമായി ചേരുന്ന KPCC നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്തരിച്ച കവി ONV കുറുപ്പിനെ പത്തനംതിട്ട പ്രസ് ക്ലബ്ബ് അനുസ്മരിച്ചു. പന്തളം NSS കോളേജ് മലയാളം വിഭാഗം തലവൻ പഴകുളം സുഭാഷ് ONV കവിതകളെക്കുറിച്ചും ആനുകാലിക പ്രസക്തിയെക്കുറിച്ചും പ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സാം ചെമ്പകത്തിൽ അധ്യക്ഷനും സെക്രട്ടറി എബ്രഹാം തടിയിൽ സ്വാഗതവും പറഞ്ഞു. സിയാച്ചിനിൽ മഞ്ഞിടിച്ചിലിൽ സൈനികൻ B സുധീഷിന്റെ
നാടിൻ്റെ അന്ത്യാഞ്ജലി. കൊല്ലം മൺറോത്തുരുത്തിലെ വീട്ടുവളപ്പിൽ തയ്യാറാക്കിയ ചിതയിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സുധീഷിന്റെ സംസ്കാര ചടങ്ങിന് എത്തിയിരുന്നു. സിയാച്ചിനിലെ മഞ്ഞുമലകൾക്കിടയിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞ ലാൻസ് നായിക് ബി സുധീഷിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ജന്മനാട്ടിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി സുധീഷിന്റെ സഹോദരി പുത്രൻ മഹേശ്വർ ചിതയ്ക്കത്തി കൊളുത്തി. പൂർണ്ണ സൈനിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ ആദരാഞ്ജലികൾ അർപ്പിച്ചു. എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, കെ എൻ ബാലഗോപാൽ, MLA മാർ, KPCC പ്രസിഡന്റ് VM സുധീരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, നടൻ സുരേഷ് ഗോപി എന്നിവർ സുധീഷിന്റെ മൃതദേഹം കാണാൻ മൺട്രോത്തുരുത്തിലെ വീട്ടിലെത്തിയിരുന്നു. കൊട്ടിയത്തു നിന്നും മൃതദേഹവുമായി ആരംഭിച്ച വിലാപയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ജനക്കൂട്ടം കാത്തുനിന്നിരുന്നു. കഴിഞ്ഞ 3-ാം തീയതിയാണ് ലോകത്തെ ഏറ്റവും വലിയ യുദ്ധഭൂമിയായ സിയാച്ചിനിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ സുധീഷ് അടക്കം 10 സൈനികർ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടുക്കി കാന്തല്ലൂർ പഞ്ചായത്തിലെ ശ്മശാന റോഡ് സ്വകാര്യ റിസോർട്ട് ഉടമയ്ക്ക് തുറന്നു നൽകാനുള്ള അധികൃതരുടെ നീക്കം ഗ്രാമവാസികൾ തടഞ്ഞു. റിസോർട്ട് ഉടമയുടെ പരാതി പരിഗണിച്ച RDOയാണ് ഏകപക്ഷീയമായി റോഡ് തുറന്നു നൽകാൻ ഉത്തരവിട്ടത്. ഇടുക്കി കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പെരുമല ഗ്രാമ ശ്മശാനം റോഡ് സ്വകാര്യ റിസോർട്ട് ഉടമയ്ക്ക് തുറന്നു നൽകാനുള്ള പഞ്ചായത്ത് അധികൃതരുടെ നീക്കമാണ് ഗ്രാമവാസികൾ തടഞ്ഞത്. മുൻപ് ശ്മശാനത്തിലേക്കുള്ള വഴി റിസോർട്ട് വരെ നീട്ടാൻ ശ്രമം നടന്നിരുന്നു. കോൺഗ്രസ് നേതാവ് കൂടിയായ റിസോർട്ട് ഉടമ നൽകിയ പരാതി പരിഗണിച്ച RDO റോഡ് തുറന്നു നൽകാൻ ഏകപക്ഷീയമായി ഉത്തരവിടുകയായിരുന്നു. ഇത് നടപ്പിലാക്കാനെത്തിയ പഞ്ചായത്ത് സെക്രട്ടറിയെയാണ് നാട്ടുകാർ തടഞ്ഞത്. ഞങ്ങളുടെ മസാണം ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കൂല. പാറമറിയായിട്ട് ഇവിടെ തന്നെ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങൾ വിട്ടുകൊടുക്കാൻ സമ്മതിക്കൂല. റോഡ് തർക്കവുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടും സ്ഥലം സന്ദർശിക്കാതെ റിസോർട്ട് ഉടമയ്ക്ക് അനുകൂല വിധി നൽകിയ RDOയുടെ നടപടിയെയാണ് നാട്ടുകാർ ചോദ്യം ചെയ്തത്. ജനപ്രതിനിധികൾ എത്തി നാട്ടുകാരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഉപരോധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് പുതുപ്പരിയാരത്ത് ഭൂരഹിത കേരളം പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന 53 കുടുംബങ്ങൾ കുടിയിറക്ക് ഭീഷണിയിൽ. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ജലസേചന വകുപ്പിന്റെ പുറമ്പോക്കിൽ വീട് വെച്ച് താമസിക്കുന്നവർക്കാണ് നോട്ടീസ് ലഭിച്ചത്. 10 ദിവസത്തിനകം സ്ഥലം ഒഴിഞ്ഞുപോയില്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്ന് കാണിച്ചാണ് നോട്ടീസ്. പാലക്കാട് പുതുപ്പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 7, 8, 10 വാർഡുകളിലായി താമസിച്ചു വരുന്ന 53 കുടുംബങ്ങൾക്കാണ് ജലസേചന വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചത്. മലമ്പുഴ ഡാം സെക്ഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് 10 ദിവസത്തിനകം സ്ഥലം ഒഴിഞ്ഞു പോകണമെന്ന് കാണിച്ച് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്തതിനാൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായി ജലസേചന വകുപ്പിന്റെ പുറമ്പോക്കിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ. വീട്ടു നമ്പറും റേഷൻ കാർഡും വൈദ്യുതി കണക്ഷനും ഇതിനിടയിൽ ഈ കുടുംബങ്ങൾക്ക് ലഭിച്ചു. മറ്റൊരിടത്ത് വീട് വെക്കാനായി ഭൂമി ലഭിച്ചാൽ ആ നിമിഷം ഒഴിഞ്ഞു പോകാൻ തയ്യാറാണെന്ന നിലപാടിലാണിവർ. ഇന്നലെ വന്നിട്ട് പെട്ടെന്ന് ഒഴിയാൻ പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞ് തന്നിട്ടില്ലെങ്കിൽ സാധനങ്ങളൊക്കെ പൊളിച്ചിട്ട് പോകും പറഞ്ഞു. ഗവൺമെൻറ് സ്ഥലം ഞങ്ങൾക്ക് വേണ്ടെന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ ഞങ്ങൾ അങ്ങോട്ട് കുട്ടിമക്കളായിട്ട് പോകാൻ പറഞ്ഞു. ഇത് പെട്ടെന്ന് വന്ന് ഒഴിയാൻ പറഞ്ഞു. നമ്മൾ എവിടെ പോവുക? എല്ലാവരും തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭൂരഹിത കേരളം പദ്ധതിയിൽ അപേക്ഷ നൽകിയവരാണ്. സർക്കാർ പ്രസിദ്ധീകരിച്ച ഭൂരഹിതരുടെ പട്ടികയിൽ ഇവർ ഉൾപ്പെട്ടിട്ടുമുണ്ട്. വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വന്നിട്ടില്ല. അത് വന്നു കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ പൊളിച്ചിട്ട് പോകാൻ റെഡിയാണ്. പോകില്ല എന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. ഇവരുടെ അടക്കം കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയും കുടിയിറക്ക് ഭീഷണിയിലാണ്. ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് ലഭിച്ച സാഹചര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരപരിപാടികൾ കുടുങ്ങുകയാണിവർ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിൽ ഡിവൈഎഫ്ഐ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. തറക്കല്ലിടൽ കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിലും ജില്ലയിലെ ആരോഗ്യമേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധിയെയും തുടർന്നാണ് യുവജന പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ഷംസീർ ഉദ്ഘാടനം ചെയ്ത സമരത്തിൽ ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു.
ഷിനു വീണ്ടും ഓടുകയാണ്. പാവങ്ങളായ രോഗികളുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാൻ. തുടർച്ചയായി 8ാം വർഷമാണ് കേരളമാകെ ഷിനുവിൻ്റെ ഓട്ടം. ഓടിക്കൊണ്ട് ഷിനു കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ നൽകുന്ന സംഭാവനകൾ പിന്നീട് ചികിത്സാ സഹായമായി രോഗികൾക്ക് ലഭിക്കുന്നു. പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നതിന് വ്യത്യസ്ത രീതിയിലുള്ള ഫണ്ട് സമാഹരണമാണ് തിരുവനന്തപുരം പരുത്തിപ്പാറ സ്വദേശി SS ഷിനു നടത്തുന്നത്. ജീവൻ രക്ഷാ മാരത്തോൺ എന്ന പേരിൽ ഷിനു നടത്തുന്ന ഓട്ടം കഴിഞ്ഞ 8 വർഷമായി സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനിടയിൽ ഓടി നേടിയത് 40 ലക്ഷത്തോളം രൂപ. 150 രോഗികളെ ഈ സംഭാവന കൊണ്ട് സഹായിച്ചു. തുടർന്നും സഹായമെത്തിക്കാനാണ് വീണ്ടും ഓടുന്നതെന്ന് ഷിനു പറഞ്ഞു. 2008 തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഓടും. 40 ലക്ഷം രൂപ സ്വരൂപിച്ച് 150-ൽ പരം രോഗികളെ സഹായിക്കാൻ സാധിച്ചു. 20 കുട്ടികളുടെ ഓപ്പറേഷൻ നടത്തി കൊടുക്കാൻ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് വലിച്ചു ഓപ്പറേഷൻ നടത്തി കൊടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മളെ കയ്യിൽ വരുന്ന അപേക്ഷ അവിടെ അതാത് ജില്ലകളിൽ പോയി അന്വേഷിച്ച് നിർധനരായിട്ടുള്ള രോഗികളെ കണ്ടെത്തിയതിന് ശേഷം അവരുടെ ഓപ്പറേഷൻ ആയിരുന്നാൽ അതെങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണമെങ്കിൽ അങ്ങനെ അതിനുള്ള പൈസ എത്തിച്ചു കൊടുക്കുക. ഈ വർഷത്തെ ഓട്ടം തുടങ്ങിയത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ 11 രോഗികൾക്ക് സഹായം നൽകിയ ശേഷമാണ് ഷിനു കോഴിക്കോട്ടും കണ്ണൂരിലും ഓട്ടം പൂർത്തിയാക്കിയത്. തുടർന്ന് കാസർഗോട്ടെത്തി. അടുത്ത ഓട്ടം മലപ്പുറം ജില്ലയിലാണ്. തുടർന്ന് മറ്റു ജില്ലകളിലും. തിരുവനന്തപുരം പരുത്തിപ്പാറയിൽ പച്ചക്കറി വ്യാപാരം നടത്തുകയാണ് ഷിനു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ശ്രീനിവാസിൻ്റെയും ശുഭാദേവിയുടെയും മകനാണ് ഷിനു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF-ൽ തുടരാനുള്ള JDU നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ പാർട്ടിയിൽ അമർഷം പുകയുന്നു. കോഴിക്കോട് നടന്ന നേതൃയോഗത്തിൽ ഭൂരിഭാഗം ജില്ലാ പ്രസിഡന്റുമാരും വർഗീസ് ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും UDF വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് വീരേന്ദ്രകുമാർ മുന്നണി വിടില്ലെന്ന തീരുമാനം യോഗത്തിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ജനതാദൾ യുവിന്റെ നേതൃയോഗങ്ങളിലെല്ലാം പാർട്ടി UDF വിടണമെന്ന അഭിപ്രായം സജീവമായി ഉയർന്നു വന്നിരുന്നു. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് കാലുവാരിയതിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ JDU സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു മുന്നണി മാറ്റമെന്ന അജണ്ട JDU-വിൽ സജീവമായത്. കോഴിക്കോട്, കണ്ണൂർ ഒഴികെയുള്ള മുഴുവൻ ജില്ലാ കമ്മിറ്റികളും UDF വിടണമെന്ന പക്ഷക്കാരായിരുന്നു. സംസ്ഥാന ഭാരവാഹികളായ വർഗീസ് ജോർജ്, ഷേഖ് പി ഹാരിസ് എന്നിവരായിരുന്നു മുന്നണി മാറ്റ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ MP വീരേന്ദ്രകുമാറും ചില അവസരങ്ങളിൽ മുന്നണി മാറ്റ സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ മന്ത്രി KP മോഹനന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDF-ൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് വാദിച്ചു. JDU-വിനെ മുന്നണിയിൽ നിർത്തുന്നതിനായി രാജ്യസഭാ സീറ്റും കൂടുതൽ നിയമസഭാ സീറ്റുകളുമായിരുന്നു UDF നേതൃത്വം വാഗ്ദാനം ചെയ്തത്. ഈ വാഗ്ദാനങ്ങളിൽ മയങ്ങിയാണ് ഭൂരിപക്ഷ അഭിപ്രായത്തെ അവഗണിച്ച് UDF-ൽ തുടരാനുള്ള തീരുമാനം MP വീരേന്ദ്രകുമാർ കൈക്കൊണ്ടത്. ഇതോടെ പാർട്ടിക്കുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റിന്റെ കാര്യം കാത്തിരുന്ന് കാണാമെന്നാണ് ചില JDU നേതാക്കൾ പരിഹാസരൂപത്തിൽ പറയുന്നത്. ഏതായാലും UDF-ന്റെ അവഗണനയിൽ പ്രതിഷേധമുള്ള സാധാരണ പ്രവർത്തകരെ മുന്നണിയിൽ തുടരാനുള്ള തീരുമാനം ബോധ്യപ്പെടുത്താൻ JDU നേതാക്കൾ ഏറെ വിയർക്കേണ്ടി വരും. PV കുട്ടൻ, കോഴിക്കോട്. അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസ് വൈദ്യരത്നം ഔഷധശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഫെബ്രുവരി 18-ന് തൃശൂർ തൈക്കാട്ടുശ്ശേരിയിൽ നടക്കും. കേരള ഗവർണർ P സദാശിവം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ ജില്ലകളിൽ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വൈദ്യരത്നം ചെയർമാൻ ET നീലകണ്ഠൻ മൂസാണ് ഇക്കാര്യം അറിയിച്ചത്. ET പരമേശ്വരൻ മൂസ്, KK വാസുദേവൻ, K ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ അക്ബർ കക്കട്ടിൽ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 62 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അദ്ദേഹം നർമ്മമധുരമായ ഭാഷയിൽ 50ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബിജു മുത്തത്തി കൂടുതൽ വിവരങ്ങൾക്കായി ചേരുന്നു. മുത്തത്തി. സുരരാജ്, മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട കഥാകൃത്താണ് അക്ബർ കക്കട്ടിൽ. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണം മലയാള സാഹിത്യ ലോകത്തെ, സാംസ്കാരിക ലോകത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മലയാളത്തിലെ ഈ മനോഹരമായ മലയാള ഗദ്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ് അക്ബർ കക്കട്ടിലിൻ്റെ കഥകൾ. നാട്ടുഭാഷ, സ്വന്തം നാട്, വീട്, ഒപ്പം തന്നെയുള്ള വളരെ ഗ്രാമീണമായ കഥകൾ കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ കഥാലോകം. നമുക്കറിയാം, അധ്യാപക കഥകൾ, സ്കൂൾ കഥകൾ ഒക്കെയായി അദ്ദേഹം വിരാജിച്ചിരുന്ന നീണ്ട ഒരു കഥാ സാമ്രാജ്യം തന്നെ അദ്ദേഹത്തിൻ്റെ കഥാജീവിതത്തിലുണ്ട്. അധ്യാപക കഥകളുടെ, സ്കൂൾ ഡയറീസ് പോലുള്ള കഥകളുടെ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം പോലെ, ജീവിത ഗന്ധിയായ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന തരത്തിലുള്ള ഒരു ഭാഷയും എഴുത്തുമായിരുന്നു അക്ബർ കക്കട്ടിലിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അക്ബർ കക്കട്ടിൽ എന്ന പേരിൽ, കക്കട്ടിൽ എന്ന അദ്ദേഹം സ്വന്തം ഗ്രാമത്തിൻ്റെ സ്വന്തം പേരിനോടൊപ്പം കൊണ്ട് നടക്കുക മാത്രമായിരുന്നില്ല
അത്തരം ഗ്രാമീണമായ ഒരു കഥയുടെയും വശ്യതയെയും കൂടി കൂടെ നടത്തിയിരുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ കൂടെ നടത്തിയിരുന്ന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദവും വിശാലമായിരുന്നു. അത്തരത്തിൽ മലയാള ഭാഷയുടെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 19ഓളം കൃതികൾ എഴുതിയിട്ടുണ്ട്. ആ കഥകൾ, അതിൻ്റെയൊക്കെ പേരുകൾ വൃത്തിയോഗം, സ്ത്രൈണം, വടക്ക് നിന്നൊരു കുടുംബവൃത്താന്തം, സ്കൂൾ ഡയറി, സർഗസമീക്ഷ തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് അക്ബർ കക്കട്ടിലൂടെ നഷ്ടമാകുന്നത്. ഗ്രാമീണമായ മനോഹരമായ കഥകൾ എഴുതി, നർമ്മമധുരമായ കഥകൾ എഴുതി, തമാശയും നിഷ്കളങ്കമായ ചിരിയും തമാശയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കഥകൾ അദ്ദേഹം എഴുതി. ആ അർത്ഥത്തിൽ മലയാളത്തിൽ നിരന്തരം എഴുതിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അക്ബർ കക്കട്ടിൽ. അതൊരു വലിയ നഷ്ടമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ സുരാജ്. തീർച്ചയായും മുത്തുത്തി, ഈ അക്ബർ കക്കട്ടിൽ എന്ന് പറയുമ്പോൾ മലബാറിൻ്റെ ഒരു മണവും ചൂടും ഒക്കെ അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കാണാനാകും. ഒരു ബഷീറിയൻ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളെ നമ്മൾ വായിച്ചാൽ തെറ്റു പറയാനാകുമോ? അങ്ങനെ നമുക്ക് മലബാറിൻ്റെ ഒരു മണവും ഭാഷയും നിറഞ്ഞു നിൽക്കുന്ന എഴുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ബാപ്പയെക്കുറിച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നാടിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കവലയെക്കുറിച്ച് ഒക്കെ കഥകൾ എഴുതിയിട്ടുണ്ട്. എഴുതിയ കഥകളെല്ലാം അദ്ദേഹം പഠിപ്പിച്ച സ്കൂളിനെക്കുറിച്ച്, സ്കൂളിലെ കുട്ടികളെക്കുറിച്ച്, അവരുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച്, അവിടെ ഇടപഴകുന്ന മനുഷ്യരെക്കുറിച്ച് ഒക്കെ, മറ്റ് അധ്യാപകരെക്കുറിച്ച് ഒക്കെ അദ്ദേഹം കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പരിസരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ. അതിന് ബിജു, ഇപ്പോൾ KR മീര നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി KR മീര, എങ്ങനെയാണ് അക്ബർ കക്കട്ടിലിനെ അനുസ്മരിക്കുന്നത്? എനിക്കൊരു മുതിർന്ന ജ്യേഷ്ഠനെ നഷ്ടപ്പെട്ട വിഷമമാണ് ഇപ്പോൾ ഉള്ളത്. ഹരിത വിദ്യാലയം എന്നൊരു വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാനും അക്ബർ മാഷും തമ്മിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായതെങ്കിലും അതിനുശേഷം അതൊരു കുടുംബത്തിലെ അംഗം പോലെ അത്രയും മനസ്സിന് നൈർമല്യമുള്ള മറ്റൊരു എഴുത്തുകാരനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. എനിക്ക് എന്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുന്ന 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, വയലാർ അവാർഡ് വാങ്ങുമ്പോൾ വലിയ തിരക്കായിരുന്നു ഹാളിൽ. വയലാർ അവാർഡിന്റെ ചടങ്ങ് ഞാൻ അക്ബർ മാഷിനെ വിളിച്ചറിയിച്ചിരുന്നു. അപ്പോൾ അക്ബർ മാഷ് പറഞ്ഞു, അന്ന് തിരുവനന്തപുരത്ത് എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവാർഡ് വാങ്ങിക്കഴിഞ്ഞ് സീറ്റിൽ ഇരുന്ന് നോക്കുമ്പോൾ മാഷിനെ ആ തിരക്കിനിടയിൽ നിന്ന് എഴുന്നേറ്റ് കൈ വീഴ്ച കാണിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതാണ് കാണുന്നത്. പിന്നീട് മാഷിനോട് പറഞ്ഞു, നീ അവാർഡ് വാങ്ങുന്നത് കാണാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്, എനിക്ക് വലിയ തിരക്കുണ്ടായിരുന്നു, വാങ്ങിക്കഴിഞ്ഞിടന്ന് എനിക്ക് പോകേണ്ടി വന്നു, സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അതിലൊരു വലിയ നന്മയുണ്ട്. ആ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന എഴുത്തുകാർ വളരെ കുറവാണ് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വീട്ടിൽ വന്ന് കണ്ട് അഭിനന്ദിച്ചു. മാഷിന്റെ ഒരു ആ തരത്തിലുള്ളൊരു സ്നേഹം തരുന്ന, അതിൻ്റെ ഒരു കൊട പോലെ നമുക്ക് മുകളിൽ സ്നേഹം പിടിച്ച് തരുന്ന എഴുത്തുകാർ. എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. കാരണം എന്റെ നഷ്ടം കേവലം ഒരു വായനക്കാരിയുടെ നഷ്ടം മാത്രമല്ല, അത് എന്റെ കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ട എഴുതുന്നത് തന്നെ. ശ്രീമതി KR മീര, അദ്ദേഹത്തിൻ്റെ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു നന്മ, അദ്ദേഹത്തിൻ്റെ ഒരു പച്ചയായ ഒരു ഗ്രാമീണ മനുഷ്യനായിരുന്നു അദ്ദേഹം. കഥകളിലേതുപോലെ തന്നെ ജീവിതത്തിലും എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൗഹൃദം അനുഭവിച്ചറിയാനാവുന്ന താങ്കൾക്കുൾപ്പെടെ അത് നന്നായി പറയാനാവും. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അക്ബർ മാഷ്. എന്റെ അറിവിൽ ഒരിക്കലും ദുഃഖിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നതോ ആയ ഒരു വാർത്തയും ഒരു സംഭാഷണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന് രോഗമുണ്ട് എന്ന വസ്തുത പോലും ഒരിക്കലും ഞങ്ങളെ ആരെയും അറിയിച്ചിരുന്നില്ല. ഞാനും അദ്ദേഹത്തോട് കൊണ്ടായിരുന്ന ആരെയും ഈ വിവരം അദ്ദേഹം അറിയിച്ചിരുന്നില്ല. പക്ഷെ എല്ലാം ഉള്ളിലടക്കി ആ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കഥകളുടെ പ്രത്യേകത, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളുടെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ പ്രത്യേകത ഒക്കെ ഈ ലാളിത്യവും നൈർമല്യവുമാണ്. എത്രയോ രസകരമായാണ് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുള്ളത്. പക്ഷെ എത്രയോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വളരെയധികം നന്ദി ശ്രീമതി KR മീര പ്രതികരിച്ചതിന്. ഇപ്പോൾ സേതു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സേതു, എങ്ങനെയാണ് അക്ബർ കക്കട്ടിലിനെ താങ്കൾ അനുസ്മരിക്കുന്നത്?
അല്ല, അക്ബറിനെ ഞാൻ ഒരു എഴുത്തുകാരനുള്ള അപ്പുറമായിട്ട് എൻ്റെ ഒരു കൊച്ചു അനിയനെ പോലെയാണെന്ന് കണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബറുമായിട്ടുള്ള ബന്ധം ഒരു 50 വർഷത്തെ പഴക്കമുണ്ട് ആ ബന്ധത്തിൽ. 71-72 കാലഘട്ടത്തിൽ ഞാൻ വടകരയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അക്ബറിനെയും ആ തലമുറയിൽപ്പെട്ട സുധീഷിനെയൊക്കെ പരിചയപ്പെടുന്നത്. അന്ന് ഇവരൊക്കെ അന്നും വടപ്പള്ളി കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ പലപ്പോഴും വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ സംസാരിക്കേണ്ട. അക്ബർ അന്ന് ബാലഭക്തിയിലൊക്കെ എഴുതി തുടങ്ങുന്ന കാലമാണ്. കുഞ്ഞണ്ണി മാഷ്ട പ്രിയ ശിഷ്യനായിട്ട് മാഷാണ് അക്ബറിനെ ആദ്യമായിട്ട് എഴുത്തിലേക്ക് കൊണ്ടുവന്നതെന്നാണ് എൻ്റെ വിശ്വാസം. കോളേജിലൊക്കെ എഴുതുമെങ്കിലും മാതൃഭൂമി ബാലഭക്തിയിൽ എഴുതി, പിന്നെ അതിൽ നിന്ന് മാതൃഭൂമിയിലേക്ക് കഥകളിലേക്ക് MT ഒക്കെ കൈപിടിച്ച് ഉയർത്തുകയായിരുന്നു. പക്ഷെ ഇത് ഞാൻ അക്ബറിന്റെ അസാമാന്യമായ ഒരു വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ആരെയും പെട്ടെന്ന് ആകർഷിക്കപ്പെടാനും ഒക്കെയുള്ള വലിയൊരു വൈഭവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബറുമായിട്ട് ഒരു 5 മിനിറ്റ് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടനെ സുഹൃത്താവും. എത്ര വലിയ ആളായാലും, ഇപ്പൊ അടൂർ ഗോപാലകൃഷ്ണൻ തൊട്ട് ഏറ്റവും പുതിയ എഴുത്തുകാരനായാലും അക്ബർ വളരെ പെട്ടെന്ന് ഒരു അടുപ്പക്കാരനായിട്ട് മാറും. ഞങ്ങളൊക്കെ ഒരു തമാശ പോലെ കളിയാക്കി പറയാറുണ്ട്, ഇതെങ്ങനെ സാധിച്ചെടുക്കുന്നു. ഇത് സാധിക്കുന്നത് അയാളുടെ ഉള്ളിലുള്ള നൈർമല്യമായിരുന്നു. ഒരു സാധാരണ നാട്ടിൻപുറത്തെ കക്കട്ടിലെ ഒരു സ്കൂളിൽ അധ്യാപകനായ അക്ബറിന് കുട്ടികളുമായിട്ട് ബന്ധപ്പെടുന്ന അതേ ഒരു സാമർഥ്യത്തോടെ തന്നെ, ഒരു വൈഭവത്തോടെ തന്നെ ആരുമായിട്ട് അടുക്കാൻ കഴിയും. ഈ ഒരു നൈർമല്യം, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ മാഷ്ടവും ഒരു നൈർമല്യം, അത് തന്നെയാണ് അക്ബർ എഴുത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വടക്കേ മലബാറിൽ എത്രയോ എഴുത്തുകാരുണ്ടായെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറയിൽ വന്നതാണ് അക്ബറും സുധീഷും പിന്നെ CBA ബാലകൃഷ്ണനും UK കുമാരനും ഒക്കെ. അപ്പൊ ആ തലമുറയിൽ അക്ബർ വേറിട്ട് നിന്നത് അക്ബറിന്റെ എഴുത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ വളരെ സാധാരണക്കാര് അവരുടെ കഥകൾ പറയുമ്പോൾ അവരിൽ ഒരാളായിട്ട് നിൽക്കുകയാണ്, മാറി നിന്നുള്ള എഴുത്തല്ല. ഇതാണ് അക്ബറിന്റെ എഴുത്തിലെ ഏറ്റവും പ്രധാനം. അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ നമുക്ക് തന്നെ തോന്നും, നമ്മുടെ അപ്പുറത്തുള്ള ഈ മാഷല്ലേ ഈ കഥ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് യാതൊരു ആധുനികതയ്ക്ക് വേണ്ടി ശേഷം വന്ന എഴുത്തുകാരിൽ ഇതുപോലെ കാപട്യമോ ജാടൊന്നും ഇല്ലാതെ കഥ പറയാൻ അറിയാം. കാരണം അക്ബറിന് എപ്പോഴും ഒരു കഥ പറയാൻ ഉണ്ടായിരുന്നു. ആ കഥ പറയുന്നത് എങ്ങനെയാണെന്ന് വളരെ വെടിപ്പായിട്ട് പറയാൻ അറിയുകയും ചെയ്യാം. അപ്പൊ അക്ബറിന്റെ ആയിട്ട് എത്രയോ തവണ ഒത്തുകൂടിയിരിക്കുന്നത്. പലപ്പോഴും ഇവിടെ എൻ്റെ ആലുവയിലുള്ള വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അക്ബറിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ അന്ന് ഞാനും അക്ബറും കുഞ്ഞബ്ദുള്ളയൊക്കെ കൂടി വലിയൊരു സൗഹൃദ സദസ്സം ഉണ്ടായിരുന്നു. കോഴിക്കോട്ടൊക്കെ പോകുമ്പോൾ അക്ബർ പയ്യനായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അക്ബറിന്റെ ഈ എഴുത്ത് വന്നപ്പോ ഈ അധ്യാപക കഥകളായാലും അല്ലെങ്കിൽ മറ്റു ഒട്ടേറെ കഥകൾ ഈ കാലം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ രീതികൾ മാറുന്നതനുസരിച്ച് അതോടൊപ്പം സ്വയം നവീകരിക്കാനും ഇപ്പൊ പുതിയ സൈബർ ഏജ് ഒക്കെ വന്നപ്പോ അതിനെപ്പറ്റിയുള്ള കഥ പറയാനും. അപ്പൊ ഞാനൊക്കെ അന്ന് കളിയാക്കി, നമ്മുടെ കക്കട്ടിലെ മാഷ് ഇപ്പൊ സൈബർ കഥകളൊക്കെ പറയാൻ തുടങ്ങിയാന്ന് ചോദിച്ചു. അപ്പൊ അതില് ഒരു വ്യക്തി ജീവിതത്തില് എനിക്ക് വാസ്തവത്തില് ഇന്ന കാലത്ത് രാവിലെ തന്നെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ തീർച്ചയായും ശ്രീ സേതു, അങ്ങനെ നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു കഥാകാരനെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അക്ബർ കക്കട്ടിലിന്റെ ദീർഘകാലമായുള്ള സുഹൃത്താണ് അദ്ദേഹവും. ശ്രീ ചെറിയാൻ ഫിലിപ്പ്, എങ്ങനെ അനുസ്മരിക്കുന്നു അദ്ദേഹത്തെ? ശ്രീ അക്ബർ കക്കട്ടിലിന്റെ പറയൂ. അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ സാങ്കേതിക തകരാറുണ്ടായിട്ടുണ്ട്. ബിജു മുത്തത്തി, ഈ പറയുന്ന സുഹൃത്തുക്കളെല്ലാം, ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം പങ്കുവയ്ക്കുന്ന അനുഭവം അദ്ദേഹത്തിൻ്റെ സ്നേഹവും നന്മയുമാണ് കഥകളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്നാണ്. സുരാജ്, അങ്ങനെ തന്നെയാണ്. കേരളം അങ്ങോളം ഇങ്ങോളം അക്ബർ മാഷ്ക്ക് സുഹൃത്തുക്കളായിരുന്നു, ചങ്ങാതിമാരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വലിപ്പ ചെറുപ്പങ്ങളോ എഴുത്തുകാരെന്നോ സിനിമാക്കാരെന്നോ ഉള്ള വകഭേദങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ എഴുത്തുകാർ തൊട്ട് ഏറ്റവും സാധാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ കവലയിലുള്ള ആളുകളെ പോലും അദ്ദേഹത്തിന് അറിയാവുന്ന ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എവിടെ പോയാലും കുറേ സുഹൃത്തുക്കളുമായി മടങ്ങുന്ന അല്ലെങ്കിൽ കുറേ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന അങ്ങനെയൊരു സമ്പന്നമായൊരു സൗഹൃദ സാമ്രാജ്യത്തിൻ്റെ ആധുനിക നമ്മുടെ ഇന്നത്തെ കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നാട്ടുനന്മയുടെ ഒരു മഹാവൃക്ഷമായിരുന്നു ഒരു പക്ഷേ അക്ബർ കക്കട്ടിൽ നിന്ന്. ചെറിയാൻ ഫിലിപ്പ് ടെലിഫോൺ ലൈനിൽ. ചെറിയാൻ ഫിലിപ്പ്, പറയൂ. അക്ബർ കക്കട്ടിൽ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറെക്കുറെ സമകാലികരായിരുന്നു. ചിലപ്പം ഒരു വയസ്സ് വ്യത്യാസം മാത്രമേ കാണുകയുള്ളൂ. ആ കാലഘട്ടം മുതൽ ഞങ്ങൾ അടുപ്പമുണ്ടായിരുന്നു. അതായത് മാതൃഭൂമിയിൽ ഞങ്ങൾ ബാലപംക്തിയിൽ എഴുതിക്കൊണ്ടിരുന്നു. പിന്നീട് മാതൃഭൂമിയിൽ തന്നെ യുവദീപ്തി എന്ന് പറഞ്ഞൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. എഴുത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാല്യകാല സുഹൃത്തുക്കൾ എന്നുള്ള ബന്ധം. പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണുന്ന 1973 KSUവിന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നപ്പോഴാണ്.
പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കോഴിക്കോട് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഒരു സർഗസംവാദം കോഴിക്കോട് വെച്ച് നടന്നു. അന്ന് ഞാൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അന്ന് ആ ക്യാമ്പിൽ അക്ബർ കക്കട്ടിൽ വന്നിരുന്നു. അതിനുശേഷം പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ കാണുമായിരുന്നു. ഞാൻ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ 74-75 മണപ്പള്ളി കോളേജിലാണ് അക്ബർ കക്കട്ട് പഠിക്കുന്നത്. പലപ്പോഴും കോഴിക്കോട് വന്ന് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വടകര ഞങ്ങളുടെ കേന്ദ്രമായിരുന്നു അന്ന് നമ്മുടെ പുനത്തിൽ കുഞ്ഞന്തിരുടെ ഇത്. ഞങ്ങൾ ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ പോയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പല യോഗങ്ങളിലും പല ക്യാമ്പുകളിലും അക്ബറുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വലിയ സ്നേഹിതനായിരുന്നു കോവിലൻ അയ്യപ്പേട്ടന്റെ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. സാഹിത്യകാരൻ അക്ബർ കക്കട്ടിൽ അന്തരിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം.